ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അറിയിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ വിനീതമായി പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് രക്ഷകനായ യേശു. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം. നീതിമാനായ യോസേപ്പ് തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയമ്മിനെ രഹസ്യമായി ഉപേക്ഷിക്കുന്നതിന് തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. അവനോട് പറഞ്ഞത്, നീ അവളെ സ്വീകരിക്കുക, അവൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപ പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹമാണ് എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ മഹത്തായ ദൗത്യത്തെ വെളിപ്പെടുത്തുന്ന സന്ദേശമാണിത്. ഈ സന്ദേശം നൽകിയതോ ഗബ്രിയേൽ മാലാഖയും. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ഇവിടെ പത്രോസ് ശ്ലീഹ നമ്മെ എന്താണ് ഉദ്ബോധിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. പെന്തക്കോസ്തിക്ക് ശേഷം യെരുശലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ യഹൂദ മത മേധാവികളായ പരീശന്മാർ, മഹാ പുരോഹിതന്മാർ തുടങ്ങിയവരുടെ മധ്യം നിന്നുകൊണ്ട് പ്രഘോഷിച്ചതാണിത്. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യം നോക്കുമ്പോൾ, മനുഷ്യരിലും രക്ഷയില്ല, അതായത് മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല എന്നാണ് എടുത്തു പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 1 തീമോഥെയോസ് 1:15. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, കർത്താവ് നമുക്ക് നൽകുന്ന രക്ഷ, അതായത് വിമോചനം, ഏതിൽ നിന്നാണ് എന്നതാണ്. പാപത്തിൽ നിന്ന്, രണ്ടാമത്തത് പൈശാചിക ശക്തികളിൽ നിന്ന്, മൂന്നാമത്തത് മരണത്തിൽ നിന്ന്. ഇവ മൂന്നും ആണ് മനുഷ്യനെ കീഴടക്കി വച്ചിരിക്കുന്നത് ദുഷ്ട ശക്തികൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പാപത്തിൽ നിന്ന് ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യിക്കാൽ മരണം സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സങ്കീർത്തനക്കാരൻ ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നു. 14-ാം സങ്കീർത്തനം 3-ാം വാക്യം. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഈ അവസരത്തിൽ നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നാം ഇന്ദ്രിയ ജയം ഉള്ളവരാണ് എന്നുള്ളതാണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ അതിനാഥനായി വിരാജിക്കുമ്പോൾ പാപത്തിൻ്റെ ആകർഷണം നിർവീര്യമാക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യൂദാ ശ്ലീഹ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. വീഴാത്തവണ്ണം നിങ്ങളെ സൂക്ഷിച്ചു തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ എന്നാണ് യൂദാ ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പൈശാചിക ശക്തികളിൽ നിന്നും ദൈവപുത്രനായ മശിഹ തമ്പുരാന് പോലും പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. കാരണം പരിശുദ്ധനായ മത്തായി ശ്ലീഹയുടെ രക്ഷാസുവിശേഷത്തിൽ നാം കാണുന്നത് 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും സാത്താൻ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോയതായി നാം കാണുന്നുണ്ട്. മനുഷ്യരുടെ കാര്യം എന്തു പറയുവാൻ, അവൻ അപ്പോൾ തന്നെ ആ സാത്താൻ്റെ പിടിയിൽപ്പെട്ടു പോകും എന്നുള്ളതിന്
യാതൊരു സംശയവുമില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 6 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ എരുത്തൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടു. ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം ക്ലിയറാകും. പൈശാചിക ശക്തിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ദൈവപുത്രനായ മശിഹായെയാണ് നാം ആശ്രയിക്കേണ്ടതെന്നാണ്. മരണത്തിൽ നിന്ന് എന്നുള്ള മൂന്നാമത്തെ പോയിന്റ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായർക്കെതിരെ ലേഖനം 2 അധ്യായം 15 16 എന്താണ് എന്ന് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളാക്കിയിരിക്കുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്നാണ് ഇവിടെ 15 വാക്യത്തിൽ പറയുന്നത്. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നിരിക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം. യേശുക്രിസ്തു മരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ മരണത്തിന്മേൽ ജയം വരിക്കുകയായിരുന്നു. തൻ്റെ മനുഷ്യാവതാര പ്രവർത്തന കാലത്ത് മരിച്ച 3 പേരെ കർത്താവ് ഉയർപ്പിച്ചത് നമുക്ക് അറിയാം. ലാസറിനെയും യായിറോസിൻ്റെ മകളെയും നയിനിലെ വിധവയുടെ മകനെയും. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചവനായ യേശു മരണത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ് എന്ന് നാം കണ്ടു. മരണവും പുനരുത്ഥാനവും ഉണ്ട് എന്ന് യേശു പ്രഘോഷിച്ചു, പ്രാവർത്തികമാക്കിയതായും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടുന്ന് മരിച്ച് എഴുന്നേറ്റതിനാൽ നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ ചോദിക്കുന്നു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ 3 കാര്യങ്ങളാണ് നാം കണ്ടത്. പാപത്തിൽ നിന്നും വിട്ടു നിൽക്കണം എങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്നാണ്. പൈശാചിക ശക്തികളിൽ നിന്നും നാം വിട്ടു നിൽക്കണമെങ്കിൽ, രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്നും ആണ്. നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴികളെ അറിഞ്ഞ് അവൻ നമുക്ക് കാണിച്ചു തന്നതായ പാതകളെ നോക്കി ജീവിച്ചാൽ ബാക്കിയുള്ള ജീവിതം നമുക്ക് ആനന്ദമാക്കുവാൻ സാധിക്കും എന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.